കഴിഞ്ഞു മക്കളെ, നിങ്ങൾ അല്പം താമസം. എന്താ എന്താ അമ്മാവ ഇവിടെ ഇങ്ങനെ? എന്താ സംഭവിക്കുന്നത്? എന്താണ് ഇതിന് കാരണം? രഹസ്യങ്ങളുടെ താഴ്വര, രഹസ്യങ്ങളുടെ താഴ്വര, രഹസ്യങ്ങളുടെ താഴ്വര. പണ്ട് പണ്ട് ഈ ഗ്രാമം ഭൂമിയിലെ സ്വർഗമായിരുന്നു. പ്രകൃതിയുടെ തൊട്ടിലെന്നായിരുന്നു അന്ന് ആളുകൾ ഈ നാടിനെ വിളിച്ചിരുന്നത്. അത്രയ്ക്ക് സുന്ദരമായിരുന്നു ഈ നാട്. കുന്നുകളും താഴ്വാരങ്ങളും പുഴകളും ജലാശയങ്ങളും, എവിടെ നോക്കിയാലും കണ്ണിനും മനസ്സിനും കുളിര് പകരുന്ന സുന്ദരമായ കാഴ്ചകൾ. കണ്ടോ, ഇത് കണ്ടോ? ഉപ്പാന്റെ ചൂണ്ടയിൽ എത്ര പെട്ടെന്ന് മീൻ കുടുങ്ങുന്നത്. ഞാനും വലിയൊരു മീൻ പിടിച്ചു ഉപ്പാനെ തോൽപ്പിക്കും. മോനെ, കറി ഉണ്ടാക്കാനല്ലേ നമ്മൾ മീൻ പിടിക്കുന്നത്. അതിനുള്ളത് കിട്ടിക്കഴിഞ്ഞു. ആവശ്യത്തിലധികം ഒന്നും പാടില്ല. ശരിക്കും ഒരു സ്വർഗമായിരുന്നു ഇവിടെ. ആളുകൾ നാടിന്റെ സമൃദ്ധിയിൽ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. അല്ല, നിന്നെ ഈ വഴിക്കൊന്നും ഇപ്പൊ കാണാറില്ലല്ലോ. നീ എവിടെയായിരുന്നടി കുറച്ചു കാലം? ഓ, ഞാൻ എന്റെ ആങ്ങളയുടെ വീട് വരെ ഒന്ന് പോയി. കുറച്ചു ദിവസം അവിടെയായിരുന്നു. ആങ്ങളയുടെ വീട് കുറെ ദൂരെയല്ലേ? ആ, കുറച്ചു ദൂരെയാ. എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഓ, അവിടെ പോയാ ഇങ്ങോട്ട് വരാനേ തോന്നില്ല. പണ്ടത്തെ പോലെയല്ല. വലിയ വലിയ കെട്ടിടങ്ങളും കാണാൻ തന്നെ ഒരു രസാ. അതെയോ? ഞാനും അവിടെ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങി താമസം മാറിയാലോന്ന് ആലോചിക്കുക. ഈ ചെറിയ കൂരയിൽ താമസിച്ച് മടുത്തു. വലിയ വീടാകുമ്പോ അതിന്റെ പത്രാസൊന്ന് വേറെ തന്നെയാ. ഇവിടെ എന്താടി നിനക്കൊരു കുറവ്? നല്ല കൃഷിയും വെള്ളവും വിറകും. പിന്നെ ചെറിയ വീടാണെങ്കിലും ഈ പുഴവക്കത്തെ കാറ്റും കൊണ്ട് ജീവിക്കുന്ന സുഖം നിനക്ക് എവിടെ പോയാലും കിട്ടില്ല, പറഞ്ഞേക്കാം. എന്നാലും വലിയ വീടാകുമ്പോ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെ അല്ലേ? അത് വെറുതെയാ. മനസ്സിന്റെ സുഖമാണ് ഏറ്റവും വലിയ സുഖം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മനസ്സ്, അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഞാൻ എപ്പോഴും അങ്ങനെയാ ചിന്തിക്കാറ്. ഓ പിന്നെ, അവൾ വലിയ വീട് വെക്കുന്നതിനുള്ള അസൂയ നിനക്ക്. ഓ, അവൾക്ക് അങ്ങനെ അസൂയൊന്നുമില്ല. അവളുടെ കൂട്ടുകാരിക്കൊരു വലിയ വീടുണ്ടാവുന്നത് അവൾക്കും ഒരു ഗമയല്ലേ? അത് ശരിയാ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ അയൽവാസികളല്ലേ? കവികളും കലാകാരന്മാരും ഈ ഗ്രാമത്തെ ഭൂമിയിലെ സ്വർഗമെന്ന് പുകഴ്ത്തിപ്പാടി. ആ നല്ല നാളുകൾ എൻ്റെ മനസ്സിലിപ്പോഴും പച്ച പിടിച്ചു കിടക്കുന്നു. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഞാനും കൂട്ടുകാരും എന്നും അരുവികളിൽ പോയി കുളിക്കും. പുഴവക്കത്ത് നിന്ന് പഴങ്ങൾ പറിച്ചു തിന്നും, മീൻ പിടിക്കും. ഞങ്ങൾ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തു സുഭിക്ഷമായി ഭക്ഷിച്ചു. ഉള്ളതുകൊണ്ട് ഒരു വീട്ടുകാരെ പോലെ പങ്കുവച്ചും പരസ്പരം സ്നേഹിച്ചും കഴിഞ്ഞുകൂടി. പക്ഷേ സുന്ദരമായ ആ നല്ല നാളുകൾ അധികകാലം നീണ്ടു നിന്നില്ല. അവർ ഞങ്ങളുടെ ഗ്രാമത്തിലും വന്നു. ആര്? നന്നായി വസ്ത്രം ധരിച്ച ഒരു കൂട്ടം ആളുകൾ. കണ്ടാൽ മാന്യന്മാരാണെന്ന് തോന്നും. അവസാനം നമ്മൾ തേടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എത്തി. കണ്ടോ, നമുക്ക് കൊള്ളയടിക്കാൻ ഇതിലും നല്ല നാട് വേറെയുണ്ടോ? ശരിയാണ്. ഇതുപോലെ സമ്പന്നമായ ഒരു നാട്ടിലും നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതി ഈ നാടിനു മുഴുവൻ സമ്പത്തും വാരിക്കോരി കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഒരു കളി കളിക്കണം.
എങ്ങനെ കരുക്കൾ നീക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ ഇവരെ അത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിനുള്ള വിദ്യകളൊക്കെ എനിക്കറിയാം. ഇവരെ നമ്മൾ തന്ത്രപരമായി കീഴ്പ്പെടുത്തും. നമ്മൾ എങ്ങനെ തുടങ്ങും? കേട്ടോളൂ, നമ്മൾ അവരിൽ പുതിയ പുതിയ മോഹങ്ങൾ ഉണ്ടാക്കും. പുതിയ പുതിയ സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ അവരെ സ്വപ്നജീവികളാക്കും. പിന്നെ 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 മോഹങ്ങൾ അവരെ മത്തുപിടിപ്പിക്കും. വർണ്ണങ്ങൾ കൊണ്ടലങ്കരിച്ച ഒരു ജീവിതം അവർ സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ പണി തുടങ്ങും. ജീവിതം സുഖിക്കാനുള്ളതാണെന്ന് അവർക്ക് തോന്നണം. നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ അവർ സഞ്ചരിക്കണം. അങ്ങനെ സ്വപ്നങ്ങളുടെ ആകാശം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ നാം നാശത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിവിടും. നമ്മുടെ പദ്ധതികൾ വിജയിച്ചില്ലെങ്കിൽ? വിജയിക്കും. ഞാൻ വിജയിപ്പിക്കും. സംഗതി വളരെ എളുപ്പം. നിങ്ങൾ ഈ നാട്ടുകാരോട് വളരെയധികം സ്നേഹമുള്ളവരായി അഭിനയിക്കണം. നിങ്ങൾ അവരുടെ രക്ഷകരാണെന്ന് അവർക്ക് തോന്നി തുടങ്ങണം. ഹോ, അതൊക്കെ ഞങ്ങൾക്ക് വളരെ എളുപ്പം. എങ്കിൽ ഈ നാട്ടിലെ അധികാരികൾക്കും നേതാക്കന്മാർക്കും കാഴ്ചവെക്കാൻ സമ്മാനങ്ങൾ ഒരുക്കിക്കോളൂ. ആരാണീ വരുന്നത്? എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അറിയാനും നമ്മെ സഹായിക്കാനും ദൂരെ നാട്ടിൽ നിന്നെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളാണിവർ. നന്ദി പ്രഭു, സ്വീകരണത്തിന് നന്ദി. ഇനി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ സമ്മാനങ്ങൾ സ്വീകരിച്ചാലും. ഇതാ പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, കൂടാതെ മുന്തിയ ഇനം കുതിരകൾ എല്ലാം സ്വീകരിച്ചാലും. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമാണ് നിങ്ങളുടെ നാട്. പക്ഷേ കഷ്ടപ്പാടുകൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇത്ര സുന്ദരമായ നാട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ പ്രയാസങ്ങൾ കരുതി വരുത്താനാണ് അങ്ങ് പടിഞ്ഞാറ് നിന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ചെറിയ ചെറിയ കൂരകളിലാണല്ലോ നിങ്ങൾ അന്തിയുറങ്ങുന്നത്. വലിയ വലിയ വീടുകളിൽ താമസിക്കുന്നതിന്റെ സുഖം നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വലിയ വീടുകൾ ഞങ്ങൾ ഉണ്ടാക്കി തരും. ആ പറഞ്ഞത് ശരിയാട്ടോ. ഇവിടെ നല്ല റോഡുകളുണ്ടോ? പാലങ്ങളുണ്ടോ? വലിയ കെട്ടിടങ്ങളും ആശുപത്രികളുമുണ്ടോ? ഇല്ല. ഈ പറഞ്ഞതൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കാനാകും? ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരാം. ഈ നാട്ടിൽ വികസനം വേണം. വികസന പദ്ധതികൾ ഈ നാട്ടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിലുള്ളവർക്കൊന്നും വിവരമില്ലെന്ന്. എത്ര പെട്ടെന്ന് അവരൊക്കെ നമ്മെ വിശ്വസിച്ചത്. അവർ നമ്മെ സ്വീകരിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. വിഡ്ഢികൾ. പക്ഷേ അവർക്കൊരിക്കലും നമ്മുടെ രഹസ്യ പദ്ധതിയെക്കുറിച്ച്
സംശയം തോന്നാൻ പാടില്ല. ഇനിയാണ് നാം കരുതലോടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ നാട്ടിലെ അധികാരികളെയും ഉദ്യോഗസ്ഥരെയും കയ്യിലെടുക്കണം. അതിനെന്തൊക്കെ ചെയ്യണം? എങ്ങനെ നാം അവരെ കയ്യിലെടുക്കും? അതൊക്കെ വളരെ എളുപ്പം. ഉദ്യോഗസ്ഥർക്ക് ധാരാളം കൈക്കൂലി കൊടുക്കണം. അധികാരികൾക്ക് വാഗ്ദാനങ്ങൾ നൽകണം. ഈ നാട്ടിൽ ചിന്താശക്തിയും പ്രതികരണശേഷിയുമുള്ള യുവാക്കളുണ്ട്. അവരെ നിശബ്ദമാക്കുക അത്ര എളുപ്പമല്ല. അവർ പ്രതികരിക്കും, ചോദ്യം ചെയ്യും, പ്രതിരോധിക്കും. അതൊരു പ്രശ്നമാണ്. നാം അധികാരികളുടെ പിന്തുണയോടെ അത്തരം യുവാക്കളെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേര് പറഞ്ഞ് വേട്ടയാടും. അവരെ കൊണ്ട് തടവറകൾ നിറയ്ക്കും. അതിനുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടത്താനുള്ള അധികാരം നമ്മൾ നേടിയെടുക്കും.